എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ബഹുമാന്യനായ കയ്പമംഗലം നിയോജക മണ്ഡലം MLA നമ്മുടെ പ്രിയങ്കരനായ ശ്രീ E.T. ടൈസൺ മാസ്റ്റർക്കും സ്നേഹസ്വാഗതം. പരമ്പരയുടെ 28ാം വാർഷികാഘോഷവേളയിലേക്ക് അദ്ദേഹം നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നു, പരമ്പരയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്, സ്നേഹ നിമിഷമാണ്. നമ്മുടെ നാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കലാകായിക സാംസ്കാരിക മേഖലകളിലെല്ലാം മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ സ്വന്തം ഗ്രൂപ്പ് ഓഫ് പരമ്പര 4 നൂറ്റാണ്ട് പിന്നിട്ട് പ്രൗഢമായി ഇന്നും നമ്മോടൊപ്പം എന്തിനും ഏതിനും താങ്ങായും തണലായി നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് പരമ്പര. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഹൃദയമാണ്, കണ്ണാണ്, കരളാണ്, കാലാണ്, കൈയാണ്. ഒരു നാടിന് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? മറ്റൊന്നും തന്നെ വേണ്ട. ഒരുപക്ഷെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രദേശവാസികളോട് ഒപ്പം ചേരുന്ന ഒരു സംഘടനയുണ്ടോ, ക്ലബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അത് സംശയം തന്നെയാണ്. നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ ഈ സൂപ്പർ ഹീറോസിന്റെ ഈ സൂപ്പർ വേദിയിലേക്ക് ഏറെ സന്തോഷത്തെ നമ്മുടെ പ്രിയങ്കരനായ കയ്പമംഗലം നിയോജക മണ്ഡലം MLA ശ്രീ E.T. ടൈസൺ മാസ്റ്ററിനെയും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഏറെ സ്നേഹത്തോടെ നിറ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ 28ാം വാർഷികവും ഓഫീസ് ഉദ്ഘാടനവുമാണ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരമ്പരയെക്കുറിച്ച് ആർക്കും ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല. 28 വർഷമായി നമ്മുടെ ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, സാംസ്കാരിക മേഖലകളിലും കലാകായിക മേഖലകളിലും ഒരുപാട് വ്യക്തിമുദ്ര പതിച്ചു കഴിഞ്ഞ ഗ്രൂപ്പ് ഓഫ് പരമ്പര ഈ ഒരു വൈകിയ വേളയിൽ കൂടുതൽ പരമ്പരയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ പരിപാടികളും MLAക്ക് തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ഒരുപാട് നാളുകളത്തെ 28 വർഷമായിട്ട് പല പല ഓഫീസുകളും ചെറിയ റൂമുകളും എല്ലാം പരമ്പരയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വിശാലമായൊരു ഓഫീസ് നമ്മൾക്ക് ഇവിടെ ഒത്തു കിട്ടി. അതിന് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഇനിയുള്ള കാലയളവിൽ പരമ്പരയോടൊപ്പം ഉണ്ടാവണം. ആ ഒരു ഓഫീസിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾക്ക് പലതും അവിടെ നമ്മൾക്ക് നമ്മളെ നാട്ടുകാർക്കും നമ്മുടെ കുട്ടികൾക്കും പലതും നമ്മൾക്ക് അവിടെ അവരുടെ കുട്ടികളുടെ പഠനങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ ഒരു ഉദ്ദേശത്തിലൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഓഫീസും മറ്റുള്ള സെറ്റപ്പെല്ലാം നമ്മളുടെ കൊണ്ടുവന്നിരിക്കുന്നത്. അധികം നാം നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ MLA ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. കൂടാതെ നമ്മുടെ പഞ്ചായത്ത് വിശിഷ്ടാതിഥി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി മേഡമാണ്. മേഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് മറ്റൊരു സാന്നിധ്യമായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ അബ്ദീൻ ഖാ, മിനി ചേച്ചി, കൂടാതെ ഷൈജൻ ശ്രീവത്സം, പരമ്പരയുടെ പ്രസിഡന്റ് ഇസാം, റാഷിദ് ഖാ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മാഷയെയും ടീച്ചറെയും മാഷയെയും പ്രസിഡന്റിനെ ശോഭന മേഡത്തെയും ഞാൻ സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ട കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങൾ, പ്രിയപ്പെട്ട ഷൈജൻ ശ്രീവത്സം, നമ്മുടെ പരമ്പരയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 28 വർഷമായി നമ്മുടെ ഇടയിൽ
പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരമ്പര. പല സന്ദർഭങ്ങളിലും പരമ്പരയുടെ ആഘോഷ പരിപാടികളിലും ജീവകാരുണ്യ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. കോവിഡ് കാലത്തും അതുപോലെ പ്രളയകാലത്തും ഈ പ്രദേശത്തുകാർക്കും മറ്റുള്ള പ്രദേശത്തുകാർക്കുമൊക്കെ ഒരു അത്താണിയായി നിന്ന പ്രസ്ഥാനമാണ് പരമ്പര. ഞാൻ ഓർക്കുന്നു, അന്ന് ക്ലബിൻ്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപയാണെന്ന് തന്നതെന്നാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് ഓർമ്മിക്കാനുണ്ടാകും. ഞങ്ങളെപ്പോലെ പൊതുവേദിയിലിരിക്കുന്ന ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനതയെ ആകെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലിരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആഘോഷങ്ങളും പരിപാടികളും ഉണ്ടാകണം എന്ന് തന്നെയാണ്. കമ്പാർട്ട്മെൻറ്റലിൻ്റെതായിട്ടുള്ള മതിലുകൾ ഉണ്ടാക്കുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ ഓരോ പ്രദേശത്ത് കാണും. അങ്ങനെ ഒരുമിച്ച് കഴിയുന്നതിലുള്ള പ്രയാസമുള്ള രീതിയിലുള്ള മനോഭാവമുള്ള ആളുകൾ കാണും. അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള പൊതുവായ നല്ല ഒരു ലക്ഷണമല്ല. പരമ്പര തീർച്ചയായും അതിനെല്ലാം ഒരുമിപ്പിക്കാനുള്ള നല്ല ശ്രമമാണ് നടത്തുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള വേദികൾ സൃഷ്ടിക്കപ്പെടുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഐക്യപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ആ ഐക്യപ്പെട്ട പ്രവർത്തനങ്ങളിൽ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് ഒരു ഓഫീസ് തുറന്നു പരമ്പരയുടെ. തൊട്ട് മുമ്പ് ഞങ്ങളെല്ലാവരും പോയൊരു ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഭാരവാഹികളോട് പറയാനുള്ളത്, നല്ല വലിയ ടീമാണ് ഇവരൊരു 4-5 സെൻറ്റ് ഭൂമിയൊന്നും കണ്ടെത്താനൊരു പ്രയാസമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 4-5 സെൻറ്റ് ഭൂമി കണ്ടെത്തിയാൽ ഏറ്റവും വേഗത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള സംഖ്യ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാം. ഒരു പ്രയാസവും അക്കാര്യത്തിലില്ല. ഒന്ന് നിങ്ങൾ സ്ഥലം കണ്ടെത്തിയാൽ നമുക്ക് അവിടെയുള്ള പരമ്പരയുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികളും ഈ പ്രദേശത്തുകാർക്ക് വേണമെങ്കിൽ ഒത്തിരി ഒരുമിച്ചിരുന്ന് കഴിയാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ആ കെട്ടിടത്തിന് കഴിയും. പുതിയ രീതി അതാണ്. നമ്മൾ നഴ്സറിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ വേണമെങ്കിൽ അല്പം പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ ഒരു ബസ്സോ വേറെ സൗകര്യമൊക്കെ എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാനും അവർക്കിഷ്ടമുള്ള രീതിയിൽ വർത്തമാനം പറയാൻ കഴിയുന്നവർക്ക് അവർക്കിഷ്ടമുള്ളത്, പൂച്ചെടികൾ നിർമ്മിക്കാൻ കഴിയുന്നവർക്കത്, അല്ല വല്ലതും വായിക്കാൻ കഴിയുന്നവർക്കത്, ഇടയ്ക്കൊരു ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവരൊക്കെ വൈകിട്ട് വരെ ഇരുത്തി അങ്ങോട്ട് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ഥിതിയൊക്കെ ഉണ്ടാകണം. അത് നേരത്തെ പറയുന്ന പോലെ അമ്മമാരൊക്കെ തള്ളിവിടുന്ന കേന്ദ്രങ്ങളല്ല. അമ്മമാരെല്ലാം നല്ല പോലെ അച്ഛന്മാരെയൊക്കെ നന്നായി സ്നേഹിക്കുന്ന, അവർക്ക് ഒത്തുകൂടാൻ കഴിയുന്ന, അവരുടെ ഒരു ടീമായി നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ രൂപം കൊടുക്കാനാണ്. അടുത്ത പ്രാവശ്യം അതിൻ്റെ വാർഷികം പരമ്പര ആഘോഷിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, അതിൻ്റെ ഭാരവാഹികളോട് സ്നേഹപൂർവ്വം പറയുന്നു, ഒരു 4-5 സെൻറ്റ് ഭൂമി കണ്ടുപിടിച്ച് അതിന് പുതിയ കെട്ടിടം തരണം എന്ന അഭ്യർത്ഥന വയ്ക്കുന്ന പ്രസ്ഥാനമായി പരമ്പര മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിക്കുന്ന പരമ്പരയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇന്ന് ഈ കെട്ടിട നിർമ്മാണവും അതുപോലെ തന്നെ ഇന്ന് ആഘോഷ പരിപാടികളുടെ എല്ലാം ഉദ്ഘാടനം സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ആരാധ്യനായ MLA ടേശൻ മാഷാറുകൾ, നമ്മുടെ വാർഡ് മെമ്പർമാരായ മിനി, അതുപോലെ തന്നെ അഭിനിൻക, പ്രിയപ്പെട്ട ഷൈജൻ ശ്രീവത്സം അടക്കം നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ പ്രവർത്തകരെ, എന്തായാലും വളരെ സന്തോഷം, വളരെ അഭിമാനമുള്ള ഒരു സദസ്സിലാണല്ലേ നമ്മളിരിക്കുന്നത്. 28 വർഷം പിന്നിട്ട ഈ ഗ്രൂപ്പ് ഓഫ് പരമ്പര ഒട്ടേറെ പരിപാടികൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. വളരെ സന്തോഷം. ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്.
എന്തായാലും 28 വർഷം പിന്നിട്ട നമ്മുടെ ഈ പരമ്പരയുടെ ഇനിയും ഒട്ടേറെ മുകളിലേക്ക് പോകാനുണ്ട്, ഒട്ടേറെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും നാട്ടിലെ നമ്മുടെ കൈപ്പമംഗലം നിവാസികളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ഒത്തൊരുമയോട് കൂടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് നിങ്ങളിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിയെ ഇനിയും വളരെ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് സമയക്കുറവ് മൂലം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അതിഥികളും എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ പരിപാടി തുടരുകയാണ്. ഒരു 2 മിനിറ്റ് 2 പ്രതിഭകൾക്ക് ഒരാദരവ് കൊടുക്കാനുണ്ട്. അത് നമ്മുടെ പഞ്ചായത്ത്, നമ്മളെ ടൈസൺ മാഷും പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി നൽകുകയാണ്. ഒന്നാമത്തേത് സഹാന സലീം, ഷിന സലാം. എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തുക. ഷീന സലാം, സഹാന സലീം. സഹാനയെ പരമ്പര ആദരിക്കുന്നത് CA പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച സഹാനയാണ് പരമ്പര നമുക്ക് മുൻപിൽ ആദരിക്കുന്നത്. സഹാന എത്രയും പെട്ടെന്ന് ഓടി വരിക. സഹാന സലീമിനൊരു കൈയടിയില്ലേ? ഷീന സലാം, ഗെറ്റ് റെഡി. ഷീന സലാം സ്റ്റേജിൻ്റെ അരികിൽ എത്തുക. സഹാന സലീം, ET ടൈസൺ മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി മാമും കൂടിയാണ് സഹാന സലീമിനെ ആദരിക്കുന്നത്. CA പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മിടുക്കി നമ്മുടെ നാടിന്റെ അഭിമാന താരം സഹാന സലീം. നിറഞ്ഞ കയ്യടി. വേദിയിൽ നമ്മൾ ആദരിക്കുന്നു ഷീന സലാം. ഈ പേര് അടുത്തിടെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായൊരു ലോകം തന്നെയാണ് തൻ്റെ വീട്ടുമുറ്റത്ത് ഈ വീട്ടമ്മ തയ്യാറാക്കിയത്. വാർത്തകളിൽ ഇടം നേടിയ നമ്മുടെ സ്വന്തം നാട്ടുകാരി, പ്രിയ കലാകാരി ഷീന സലാമിനെ ഗ്രൂപ്പ് ഓഫ് പരമ്പര നമുക്ക് മുൻപിൽ ആദരിക്കുന്നു. ആദരവേറ്റുവാങ്ങിയവർക്ക് ഹൃദ്യമായ ആശംസകൾ ഈ വേളയിൽ അറിയിക്കുന്നു. അദ്ദേഹത്തെ ഏറെ ആദരവോടെ നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി പ്രവാസി പരമ്പര പ്രസിഡന്റ് മിസ്റ്റർ ഹമീദ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. തുഫാലി ഡയറക്ടർ മിസ്റ്റർ PP ഷംനാസ് അദ്ദേഹത്തെ ഗ്രൂപ്പ് ഓഫ് പരമ്പര പ്രവാസി പരമ്പര പ്രസിഡന്റ് മിസ്റ്റർ ഹമീദ് നമുക്കായി ആദരിക്കുന്നു. വേദിയിലേക്ക് ലൈറ്റ് പ്ലീസ്. നിറഞ്ഞ കൈയടി ഒട്ടും കുറയ്ക്കേണ്ട. ആർട്ട് ഡയറക്ടർ മിസ്റ്റർ സെയ്ദ് ഷാഫി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ധന്യവേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നു. പരമ്പര സെക്രട്ടറി മിസ്റ്റർ ഷമീർ. സെയ്ദ് ഷാഫി പ്രത്യേക ആമുഖങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്ത ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയായ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, മികച്ച കലാകാരൻ. അദ്ദേഹത്തിനേറെ ഹൃദ്യമായ നന്ദി വെളിയിൽ അറിയിക്കുകയാണ്. നെക്സ്റ്റ് ആക്ട്രസിനെ ആദരിക്കുകയാണ്. നമ്മൾ കണ്ടു നമ്മുടെ നാട്ടുകാരൻ പരമ്പരയുടെ സ്വന്തം മിസ്റ്റർ റഫീഖ് മൊയ്തു. അദ്ദേഹം ഇവിടെ ഇല്ല, വിദേശത്താണ്. അദ്ദേഹത്തിന്റെ ഉപഹാരം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ മിസ്റ്റർ അയൂബ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ അയൂബ്. മറ്റൊരു വേഷം കൈകാര്യം ചെയ്ത മിസ്റ്റർ ഷക്കീർ ബാബു അദ്ദേഹത്തെ ആദരിക്കുന്നു. മിസ്റ്റർ സമ്മദ് ആദരിക്കുന്നതിനായി മിസ്റ്റർ സമ്മദിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ഷക്കീർ ബാബു അദ്ദേഹത്തിന്റെ കൈയടി.
നിറഞ്ഞ സ്നേഹമാണ് നമ്മുടെയും പരമ്പരയുടെയും. അടുത്തതായി മിസ്റ്റർ ഷയാൻ. മിസ്റ്റർ ഷയാൻ, ഷയാനെ ആദരിക്കുന്നു. മിസ്റ്റർ സലീം. ഗ്രൂപ്പ് ഓഫ് പരമ്പര, നമ്മളിപ്പോൾ കണ്ട തുഫാലിയുടെ ആക്ടർ കുട്ടിത്താരം നമുക്ക് മുൻപിൽ വളർന്ന് വലിയൊരു താരമായി മാറട്ടെ എന്ന് പരമ്പര ആശംസിക്കുകയാണ്. ഷയാൻ, താങ്ക് യു. റഫീഖ്, മിസ്റ്റർ റഫീഖ് മൊയ്തുവിന്റെ ജ്യേഷ്ഠൻ മിസ്റ്റർ അയൂബ്. അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിന് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. മിസ്റ്റർ അയൂബ്. ആദരിക്കുന്നതിനായി മിസ്റ്റർ ഹിസാം, പ്രസിഡന്റ് മിസ്റ്റർ ഹിസാമിനെ ക്ഷണിക്കുന്നു. തുഫാലിക്കും തുഫാലിയുടെ എൻ്റെ ടീമിനും ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ സ്നേഹാദരം. ഒപ്പം നമ്മുടെയും കൈയടിച്ചാലേ നമുക്ക് ഒപ്പം കൂടാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു കഴിയാണ് നമ്മുടെ തുഫാലി ടീം, എൻ്റെ ടീം ഇവിടെ വേദിയിലുണ്ട്. എല്ലാവരും ഒന്നിച്ച് പ്ലീസ്, എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ. കഴിഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. മിസ്റ്റർ സെയ്ദ് ഷാഫി ആദരവ് ഏറ്റുവാങ്ങാൻ വന്നത് വെറും കൈയോടെയല്ല, വലിയൊരു സർപ്രൈസും ആയിട്ടാണ് ഗ്രൂപ്പ് ഓഫ് പരമ്പരയ്ക്ക്. അദ്ദേഹം അത് കൈമാറുകയാണ്. നമ്മുടെ പരമ്പരയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഹിസാമിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ഹിസാം. തുഫാലി ടീമിന്റെ സ്നേഹം, സെയ്ദ് ഷാഫിയുടെ നിറഞ്ഞ സ്നേഹം, കയ്യടി എല്ലാമാകാം. ഇസാമിന്റെ മനോഹരമായൊരു പിക്ചറാണ് അദ്ദേഹം വരച്ചത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹം വരച്ചതാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇനിയും മികച്ച കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ, ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്നേഹം, സന്തോഷം. അപ്പോ നമുക്ക് ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള ആസ്വദിക്കേണ്ടേ? എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഏഞ്ചൽ വോയിസിന്റെ, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള തകർക്കാം. എല്ലാ കലാകാർക്കും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. സമീർക്ക എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഒന്ന് എത്തുക പ്ലീസ്. സമീർക്ക. ഗാനമേളയ്ക്ക് ശേഷം അതിഗംഭീരമായ വർണ്ണമഴ ഉണ്ടായിരിക്കുന്നതാണ്. ബേബി നിവാസികൾ സ്പോൺസർ ചെയ്ത അതിഗംഭീരമായ വർണ്ണമഴയും ഇന്നത്തെ ഈ കലാവിരുന്നിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വർണ്ണമഴയും ആസ്വദിച്ചിട്ട് മാത്രം ഈ ഗ്രൗണ്ട് വിട്ട് പോവുക. പരമ്പരയുടെ ഒരു പ്രധാന ഹീറോ മിസ്റ്റർ ഷമീർ, ജനറൽ സെക്രട്ടറി ആണ് പരമ്പരയുടെ. അദ്ദേഹത്തെ ഒരു സർപ്രൈസ് നൽകിക്കൊണ്ട് ആദരിക്കുകയാണ് അദ്ദേഹത്തിന്. നമുക്കറിയാം, പരമ്പരയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ മിസ്റ്റർ ഷമീർ അദ്ദേഹത്തെ ഗ്രൂപ്പ് ഓഫ് പരമ്പരയും പ്രവാസി പരമ്പരയും ഒത്തുചേർന്ന് സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ 28ാം വാർഷികാഘോഷവേളയിൽ ഇത് ധന്യമുഹൂർത്തം. സ്നേഹവും സഹകരണവും എന്നും
എപ്പോഴും പരമ്പരയ്ക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ മെമ്പർ അഷ്ബീർ വരച്ച ഒരു ചിത്രമാണ്, ഛായാചിത്രമാണത്. മികച്ച കലാകാർ കോഴിക്കോടിൽ ഇനിയും ഉണ്ടെന്നുള്ള തെളിവാണ്. അപ്പോൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഗാനമേളയിലേക്ക് കടക്കാം. ഗാനമേളയ്ക്ക് ശേഷം വർണ്ണമഴ എല്ലാം കണ്ടും ആസ്വദിച്ച് മാത്രം വീട്ടിലേക്ക് പോവുക നല്ലൊരു എനർജിയോടുകൂടി. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി. ഗ്രൂപ്പ് ഓഫ് പരമ്പരയ്ക്ക് ഇനിയും വളരാനും ഉയരാനും നാടിന് താങ്ങാവാനും തണലാവാനും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഹലോ ഹലോ ചെക്ക് ചെക്ക് ഹലോ. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കയ്പമംഗലം MLA EC ടെസ്റ്റൻ മാസ്റ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പര 28ാം വാർഷികാഘോഷവേളയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹൃദയർക്കും സ്നേഹസ്വാഗതം പരമ്പര നഗറിലേക്ക്. ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഈ വേദിയിൽ ഉടൻ തന്നെ അരങ്ങേറുന്നതാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളും ഉടൻ തന്നെ സംഘാടകരെ റിപ്പോർട്ട് ചെയ്യുക. കലാപരിപാടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്. പേര് തന്നിട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന് പിറകിൽ റിപ്പോർട്ട് ചെയ്യുക. പരമ്പര ഫെസ്റ്റ് 2K25 ഗ്രൂപ്പ് ഓഫ് പരമ്പര 28ാമത് വാർഷിക ആഘോഷവേളയിലാണ് നമ്മൾ എല്ലാവരും പരമ്പരയോടൊപ്പം. ഇന്ന് മുഴുവൻ പരമ്പര നമുക്കായി ഒരുക്കിയിരിക്കുന്ന കലാവിരുന്നിൽ പങ്കെടുക്കുക, അവരെ ആശംസിക്കുക. എല്ലാവരും എപ്പോഴും പരമ്പരയോടൊപ്പം ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകാലം നേരുന്നു. കോഴിക്കോടിയുടെ ഹൃദയഭാഗത്ത് 4 നൂറ്റാണ്ടിന് മുൻപ് നാടിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപം കൊടുത്ത ഗ്രൂപ്പ് ഓഫ് പരമ്പര ഈ പുതുയുഗത്തിലും തെളിമയാർന്ന പ്രവർത്തനങ്ങളുമായി 28 വർഷം പിന്നിടുകയാണ്. ഈ കാലയളവിൽ നമ്മുടെ പ്രദേശത്ത് കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് പരമ്പര വഹിച്ച പങ്ക് വളരെ പ്രശംസനീയമാണ്. നാം എല്ലാം അത് അനുഭവിച്ചറിഞ്ഞതുമാണ്. ഒരിക്കൽ കൂടി ഗ്രൂപ്പ് ഓഫ് പരമ്പരയ്ക്ക് 1000 ആശംസകൾ നേരുന്നു. ഇന്നത്തെ കലാപരിപാടികളിൽ പേര് നൽകിയിരിക്കുന്ന എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് സ്റ്റേജിന് പുറകിൽ റിപ്പോർട്ട് ചെയ്യുക. പരിപാടി അവതരിപ്പിക്കാൻ എത്തിയ എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് സ്റ്റേജിന് പുറകിൽ റിപ്പോർട്ട് ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രിയങ്കരനായ MLA ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു. ഒരിക്കൽ കൂടി പരമ്പര ഫെസ്റ്റ് 2025 എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹൃദയങ്ങൾക്കും